everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുമായി നമുക്കൊരു പ്രണയം ഉണ്ടാകണമെന്നും അതുവഴി അവരെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിലോ അല്ല 2 മണിക്കൂറിൻ്റെ ഉള്ളിലല്ല. നമ്മൾ എപ്പോഴും ഷോർട്ട് ടൈമിലാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരു 20 സെക്കൻഡിലാവാം, ഒരു 30 സെക്കൻഡിലൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് ഈസി ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് ഒക്കെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഒന്നും കൂടി നിങ്ങളുടെ ലൈഫിലോട്ട് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് അവൈലബിലിറ്റിയാണ്. ഒരു പ്രണയം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അനിവാര്യമായി വേണ്ട ഒരു പോയിന്റാണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി കുറവായാൽ നമുക്ക് നമ്മുടെ ലവ് അത്ര സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മൾ അവൈലബിലിറ്റി കൂടുമ്പോഴാണ് അവിടെ പ്രണയം ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും ഒരു ബിസി ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ പ്രണയം നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒരുപാട് ടൈം കൊടുക്കുക, അവരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് പോയിന്റും വരുന്നത് ഈ രണ്ടാമത്തെ പോയിന്റിനൊക്കെ കുറച്ച് ബന്ധമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില കപ്പിൾസിൻ്റെ ലൈഫ് നമുക്ക് എടുത്ത് നോക്കിയാലായിട്ട് കാണാം. ഒരു ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, നമ്മൾ ഈ മാരേജ് കഴിഞ്ഞ ലൈഫ് ഉണ്ടായിട്ടും അവർ കാണാൻ വേറൊരു റിലേഷനിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിൽ ഇപ്പോൾ അവർ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, കോൾ ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, ഇപ്പോൾ ഈ ഒരു വൈഫായാലും അതേപോലെ തന്നെ ഹസ്ബൻഡായാലും അവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായി അവർക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. അതായിരിക്കാം ഈ ഒരു ഇവർ വേറൊരു റിലേഷൻ തേടി പോകാനുള്ള ഒരു കാരണം. അപ്പോൾ അവരുടെ റിലേഷൻ എടുത്തൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു രീതിയിലുള്ള അടിപിടി അങ്ങനത്തെ ഒരു സംഭവങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായി എന്ന് വരില്ല. മറ്റൊരു വ്യക്തിയെ തേടി പോകാൻ മാത്രമുള്ള യാതൊരു പ്രശ്നങ്ങളും ചിലപ്പോൾ അവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനത്തെ വേറൊരു റിലേഷൻ തിരഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ ഇതന്നെയാണ് മെയിൻ റീസൺ. അവർ തമ്മിലുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവില്ല. ഏതു നേരം അവർ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുമിച്ച് സമയം കിട്ടൂലല്ലോ. അതുകൊണ്ടായിരിക്കാം വേറൊരു വ്യക്തിയുമായി അവരങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുമായി മാരേജിനൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളാവാം. കുറച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരത് നോട്ടീസ് ചെയ്യും. അവരെന്തായാലും അതിലൊരു ശ്രദ്ധ വരുത്തും. അപ്പോൾ അവർക്ക് തോന്നും, അവർക്ക് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് അവർക്ക് തോന്നും, എന്നോട് എന്തോ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളൊക്കെ ആളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരാളാണെങ്കിൽ തന്നെ ഈ ഒരു പോയിന്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ക്യാരക്ടറിനും നമ്മുടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ചില ആൾക്കാർ വിചാരിക്കുമോ, ഞാൻ നല്ല ഹാൻസം ആണ്, ഞാൻ നല്ല രീതിയിൽ കാണാൻ സൗന്ദര്യമുള്ള ഒരാളാണ്, അപ്പോൾ എനിക്കും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ സൗന്ദര്യമുള്ള ഒരാളെ വേണമെന്ന് അവർ ചിന്തിക്കും. അവരിപ്പോൾ മറിച്ച് ഒരു പെൺകുട്ടീനെ കാണുകയാണെങ്കിൽ തന്നെ വിചാരിക്കുന്നുണ്ടാവും, നല്ല സൗന്ദര്യമുള്ള ആളാണ്, ഞാനുമായി നല്ല രീതിയിൽ മാച്ചായിട്ട് പോകുന്ന ഒരാളാണെന്നൊക്കെ അവരവരുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഈക്വൽ അട്രാക്ഷൻ വരികയാണ്. ഈ ഈക്വൽ അട്രാക്ഷൻ വരുമ്പോൾ തന്നെ അവിടെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ഈക്വൽ അട്രാക്ഷൻ വരുമ്പോൾ അവിടെ ആ ഒരു റിലേഷൻ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം രണ്ടുപേരും സൗന്ദര്യമുള്ളവരാണ്, രണ്ടുപേരും ഒരേ കോൺസെപ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രണയം വളരെ നന്നായിട്ട് വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത കാര്യമായിട്ട് വരുന്നത് ബി യുവർ സെൽഫ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിലേഷനിൽ ഏർപ്പെടുമ്പോഴും നമ്മളായിട്ട് തന്നെ മാക്സിമം അവിടെ നിൽക്കാൻ നോക്കുക. നമ്മൾ വേറൊരു വ്യക്തിയെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും വേറൊരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും അതേപോലെ നോക്കി ആക്ട് ചെയ്താലും അതൊക്കെ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്
പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല റിയലായിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അവരെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ബെറ്റർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ യാതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയില്ല. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവരുടെ മുമ്പിലെങ്കിലും 100% റിയലായി നിൽക്കുക എന്നുള്ളതാണ്. 7th പോയിന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സീക്രട്ട് അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സീക്രട്ട് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ വലിയ കാര്യങ്ങളാവണമെന്നില്ല. നിങ്ങളെയും നിങ്ങളുടെ ലൈഫിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസ് അതേപോലെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാര്യത്തിനെയും ബാധിക്കാത്തൊരു സീക്രട്ടായിരിക്കണം നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നത്. അവർക്കും നിങ്ങൾക്കും യാതൊരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സീക്രട്ട് അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും എന്നെ ഇത്രയും ട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സീക്രട്ട് അവരോട് പറയുകയാണെങ്കിൽ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇടം പിടിച്ചു പറ്റാൻ വളരെ നല്ലതായിരിക്കും. പിന്നെ സീക്രട്ട് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ സീക്രട്ട് ആവാൻ മാക്സിമം ശ്രദ്ധിക്കണം. 8ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഓപ്പൺ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മുടെ ഈ റിലേഷൻഷിപ്പിലായാലും ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഈ ബോഡി ലാംഗ്വേജിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ ഈ തലയും ചോറിഞ്ഞ് അതേപോലെ നഖമൊക്കെ കടിച്ച് കഴിയൊക്കെ ഇങ്ങനെ കെട്ടി നിന്ന് അവർക്ക് നമ്മളോട് യാതൊരു തരത്തിലുള്ളൊരു ഇംപ്രഷനും തോന്നില്ല. മറിച്ച് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നമ്മുടെ ബോഡിയിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. അതേപോലെ നമ്മൾ ഒട്ടും നെർവസ് അല്ല എന്നീ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരാൾ കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നണം. അല്ലാതെ നമ്മൾ പേടിച്ചിരിക്കുകയാണ്, നമുക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല, നമുക്കൊട്ടും ഒന്നിനോടൊരു താല്പര്യമില്ല എന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ ബോഡിയിലൂടെ തോന്നിപ്പിക്കരുത്. നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലൂടെ നല്ല ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഫ്രണ്ട്സിനെ ഒരുപാട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും എന്തിലൂടെ ആയാലും ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് അതുവഴി നിങ്ങൾ ട്രിപ്പ് പോവുക അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഫ്രണ്ട്സിനുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അവരുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ അത്ര വലിയ പാടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കോൺടാക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവഴി നിങ്ങൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടുതൽ കാര്യങ്ങൾ ഈ ഫ്രണ്ട്സിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഫ്രണ്ട്സിലൂടെ ഒക്കെ വഴിയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പോട്ടുള്ള റിലേഷനിലോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 10ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കാതെ കുറച്ചൊക്കെ കൂൾ ഒരു ആറ്റിറ്റ്യൂഡ് ആവാം കേട്ടോ. കാരണം ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ കോമഡി എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈഫിന് ഒരുപാട് നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം കോമഡി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിയാക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ ഒരു പ്രസൻസ് എങ്ങനെയായിരിക്കും എന്ന് അവർ നന്നായിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളത് കേട്ട് ചിരിക്കാനൊക്കെ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുമോ എന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, എന്നെ അംഗീകരിക്കാൻ റെഡി ആവുന്നുണ്ട് എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളെ മുമ്പോട്ടുള്ള റിലേഷനിൽ വളരെയധികം നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. 11ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മൾ അറിയാതെ അവരുടെ ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് അറിയാതെ തന്നെ ആണ് കേട്ടോ. നമ്മൾ മാക്സിമം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അവർക്കും അത് ഫീൽ ചെയ്യണം അറിയാതെ തട്ടിയതാണ് എന്നുള്ളത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ളൊരു സ്പാർക്ക് വരാൻ തുടങ്ങും കേട്ടോ. നമ്മളെക്കുറിച്ചുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. നിങ്ങൾ മാക്സിമം അറിയാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൊണ്ടൊക്കെ വലിയൊരു കാര്യം ഉണ്ടാവും എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ബോഡി അത് ഫുൾ നീറ്റായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചതുകൊണ്ട് മാത്രം അത് നീറ്റാവില്ല, നമ്മുടെ നെയിൽസ് നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് മാത്രം അത് നീറ്റാവില്ല, നമ്മൾ ഹെയറൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് നീറ്റാവില്ല. എല്ലാ കാര്യങ്ങളും കൂടി വരുമ്പോഴല്ലേ ഒരു 100% നമ്മളെ ബോഡി നീറ്റ് ആൻഡ് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ റിലേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഈ കേവലം ഒരു പോയിന്റ് കൊണ്ട് മാത്രം നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. എല്ലാ പോയിന്റും കൂടി വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം.
12ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കേട്ടോ. കാരണം ഇന്നത്തെ ഈ ഒരു കാലത്ത് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല. നമ്മുടെ വിഷമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും ഒരാൾ പറയാനാണ് നമുക്ക് ആവശ്യം. ആരെയും നമുക്ക് കേൾക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മാക്സിമം കേൾക്കാൻ റെഡിയാവുക. എന്നിട്ട് അവരുടെ സംഭവങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരോട് മാക്സിമം ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം, അതേപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ക്ഷമയോടെ നല്ല രീതിയിൽ കേട്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് അവരുടെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.